ഇവിടെ ഒരാൾ വീട്ടിലെ ടാപ്പ് പയ്യെ തുറന്ന് വെള്ളം തുള്ളിത്തുള്ളിയായി വീഴുന്നത് പോലെ സെറ്റ് ചെയ്ത് വെച്ചാണ് പാത്രം നിറയ്ക്കുന്നത്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇങ്ങനെ തുറന്ന് വെള്ളം പിടിച്ചാല് വാട്ടർ മീറ്റർ ഓടാതെ വാട്ടർ ബില്ല് അടയ്ക്കേണ്ടി വരാതിരിക്കൂ. അതുകൂടാതെ ടൂത്ത് പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോയിട്ടും അത് പിതുക്കി ചപ്പാത്തി കുഴലിൽ വെച്ച് അവസാനത്തെ തുള്ളി പേസ്റ്റും പുറത്തെടുത്ത് പല്ല് തേക്കും. ശേഷം മരിച്ചുപോയ പുള്ളിയുടെ അച്ഛനും അമ്മയ്ക്കും തിരി കത്തിച്ച് വെക്കാൻ പോവാണ്. പക്ഷെ അവിടെയും ചിലവ് വരുമെന്ന് വെച്ച് ഒരു തിരിയെടുത്ത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് കത്തിച്ച് വെക്കുന്നു. ഇതൊന്നും കൂടാതെ എപ്പോ പുറത്ത് പോയാലും യാത്ര ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ മാത്രമേ ട്രാവൽ ചെയ്യൂ. കൂടാതെ ഫുഡ് കഴിക്കാൻ കയറിയാൽ ഉള്ളതിൽ ഏറ്റവും ചീപ്പ് റെസ്റ്റോറന്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു മുട്ടയും 2 സ്നാക്സും വാങ്ങി കഴിക്കും. എന്നിട്ട് അയാള് സാധനം മേടിക്കാൻ ചെന്നാല് വേഗത്തിൽ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഉടനെ എക്സ്പയർ ആകാൻ പോകുന്ന സാധനങ്ങളൊക്കെ എടുക്കും. കാരണം ആ സാധനങ്ങൾ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് പാത റേറ്റിലായിരിക്കും സൂപ്പർ മാർക്കറ്റിൽ ഇട്ടേക്കുക. അങ്ങനെ എല്ലാം എടുത്ത് കൗണ്ടറിലേക്ക് ചെന്ന് ക്യാഷർ ബില്ല് എമൗണ്ട് പറഞ്ഞു കൊടുത്താല് അയാളുടെ കയ്യിലിരിക്കുന്ന കൂപ്പൺസ് എടുത്ത് ക്യാഷിന് പകരം കൊടുക്കും. അങ്ങനെ അയാൾ പേ ചെയ്യേണ്ട ബില്ല് അത്രയും കുറയാണ്. അങ്ങനെ ഇത്രയും പിശിക്ക് ജീവിക്കുന്ന പിശികൻ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മയങ്ങി വീഴുന്നു. ഉടനെ അയാൾ ഹോസ്പിറ്റലിലെത്തി ചെക്ക് ചെയ്തതും അയാൾക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയാണ്. അതുകൂടാതെ 10 ദിവസം മാത്രമേ അയാൾക്കിന് ബാക്കിയുള്ളൂ. ഇതെല്ലാം കേട്ട് അയാൾ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അയാൾ ഇത്രയും കാലം പിശിക്ക് ശേഖരിച്ചു വെച്ച ഫുൾ പൈസയും 10 ദിവസം കൊണ്ട് ചെലവാക്കി അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് അയാൾ വിചാരിക്കുന്നു.